സംസ്ഥാനത്തെ പ്രമുഖ സർക്കസ് കമ്പനികൾ കടുത്ത പ്രതിസന്ധിയിൽ. നിയമക്കുരുക്കിന് പുറമെ നോട്ട് നിരോധനം കൂടിയുണ്ടായത് മേഖലയെ സാരമായി ബാധിച്ചു. അതിജീവിച്ചു നിൽക്കുന്ന സർക്കസ് കമ്പനികളിൽ പലതും കടുത്ത സാമ്പത്തിക ബാധ്യതയെയാണ് അഭിമുഖീകരിക്കുന്നത്. തമ്പുകളിലെ ഈ മായിക പ്രകടനം കാണാൻ ഒരു കാലത്ത് നിറഞ്ഞ ആൾക്കൂട്ടമുണ്ടായിരുന്നു. അഭ്യാസികളുടെ മെയ്വഴക്കങ്ങളിൽ ആർപ്പു വിളിച്ചും കൈയടിച്ചും ഓരോ സർക്കസ് കൂടാരങ്ങളിലും അവർ നിറഞ്ഞു നിന്നു. എന്നാൽ ഈ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. പല പ്രമുഖ കമ്പനികളും സർക്കസിനെ കൈവിട്ടപ്പോൾ അതിജീവിക്കുന്നവരുടെ എണ്ണം വിരലിലെണ്ണാവുന്ന വിധത്തിലാണ്. മൃഗങ്ങളുടെ പ്രകടനമായിരുന്നു എന്നും സർക്കസിനെ ജീവസുറ്റതാക്കിയത്. എന്നാൽ ഇതിനുള്ള നിരോധനം കനത്ത തിരിച്ചടിയായി. നിലവിൽ നോട്ട് അസാധുവാക്കൽ കൂടി വന്നതോടെ കൂടാരങ്ങളിലേക്ക് ആളെത്താതായി. രാത്രി ഷോകളെ മാത്രം ആശ്രയിച്ചാണ് ഇന്ന് സർക്കസ് കമ്പനികൾ നിലനിൽക്കുന്നത്. നിലവിൽ ആനിമൽസെല്ലാം ബാൻ ചെയ്തതോടുകൂടി ഇപ്പോൾ ലാസ്റ്റ് ആനയും കൂടി പോയി. അതോടുകൂടി സർക്കസിൻ്റെ കാര്യം വളരെ ശോചനീയാവസ്ഥയിൽ നീങ്ങിക്കൊണ്ട്. പിന്നെ ഈ നോട്ട് പ്രതിസന്ധി വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ട്. ബിസിനസ്സിന് മൊത്തമായിട്ട് ബാധിച്ചിരിക്കുക. എല്ലാ സ്ഥലത്തും ഇപ്പം മോശം ബിസിനസ്. വിദേശത്തു നിന്നുമുള്ള അഭ്യാസികളെ പ്രയോജനപ്പെടുത്തിയും പുതിയ ഇനങ്ങൾ അവതരിപ്പിച്ചുമാണ് സർക്കസ് കൂടാരങ്ങൾ അതിജീവനത്തിന് ശ്രമിക്കുന്നത്. ഈ കലയെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് അവശേഷിക്കുന്ന സർക്കസ് കൂടാരങ്ങളിലെ അസ്തമിക്കാത്ത പ്രതീക്ഷ. തൃശൂർ ശക്തൻ നഗറിലെ ജംബോ സർക്കസ് വേദിയിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.